ജീവിതത്തിൽ ചില സന്ദേശങ്ങൾ നമ്മെ പുസ്തകങ്ങൾ വായിച്ചോ വലിയ വ്യക്തികളുടെ പ്രസംഗങ്ങൾ കേട്ടോ മാത്രമേ പ്രാപ്തമാകൂ എന്ന് പലരും കരുതാറുണ്ട്. എന്നാൽ ചിലപ്പോൾ ഏറ്റവും വിലപ്പെട്ട പാഠങ്ങൾ കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സിൽ നിന്നാണ് ഉയർന്നു വരുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തലശ്ശേരി ഒ ചന്തുമേനോൻ സ്മാരക വലിയ മടാവിൽ ഗവൺമെന്റ് UP സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയായ അഹാൻ അനൂപ്. പരീക്ഷയിൽ ഇഷ്ടപ്പെട്ട കളിയുടെ നിയമാവലി തയ്യാറാക്കുക എന്ന ചോദ്യത്തിന് മറുപടി നൽകുമ്പോൾ അദ്ദേഹം എഴുതിയ വാക്കുകളിൽ മലയാളി സമൂഹത്തെയും വിദ്യാഭ്യാസ ലോകത്തെയും ഒരുപോലെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ്. സാധാരണയായി ഒരു കുട്ടി ഇഷ്ടപ്പെടുന്ന കളിയുടെ നിയമങ്ങൾ പറയുന്നത് ബലൂൺ പൊട്ടിക്കൽ, നാരങ്ങ സ്പൂൺ പോലെയുള്ള രസകരമായ കാര്യങ്ങളാവും. അഹാനും അത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നുമാണ് അഹാന്റെ മനസ്സിലുള്ള ആ വലിയ സന്ദേശം പുറത്തു വന്നത്. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന 5ാമത്തെ നിയമം അദ്ദേഹം ഉത്തരത്തിൽ ഉയർത്തുകയായിരുന്നു. ഇത് വെറും കളിയുടെ നിയമം മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു മഹത്തായ ജീവിത പാഠമാണെന്ന് എല്ലാവർക്കും അഹാന്റെ കുഞ്ഞു മനസ്സ് തെളിയിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഈ ഉത്തരത്തെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് അഹാന്റെ ചിന്തകളുടെ മൂല്യം എത്ര വലിയതാണെന്ന് തെളിയിക്കുന്നതായിരുന്നു. ഒരു പരീക്ഷാ ഉത്തരക്കടലാസ്, അത് 3ാം ക്ലാസ് വിദ്യാർത്ഥിയുടേത്, ദേശീയ തലത്തിൽ ചർച്ചയായത് അപൂർവമാണ്. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന വാചകം കുട്ടികളുടെ ലോകത്ത് നിന്നും വന്നെങ്കിലും അതിനു പിന്നിൽ അടങ്ങിയിരിക്കുന്നത് മാനവിക മൂല്യങ്ങളുടെയും സാമൂഹിക ജീവിതത്തിന്റെയും ഒരു അനിവാര്യമായ ഒരു ഘടകമാണ്. മത്സരങ്ങൾ, കളികൾ, പരീക്ഷകൾ എല്ലാം ജീവിതത്തിന്റെ ഭാഗമാണ്. ഒരുപക്ഷെ വിജയവും പരാജയവും ഒരുപോലെ സ്വീകരിക്കാനായാൽ മാത്രമേ ഒരാൾ നല്ല മനുഷ്യനാകാൻ കഴിയൂ. തോറ്റവരെ പരിഹസിക്കാതെ മറിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സമൂഹം സ്വീകരിക്കേണ്ടത്. അഹാൻ തന്റെ ഉത്തരത്തിലൂടെ സമൂഹം പലപ്പോഴും മറക്കാനിടയുള്ള ഒരു സത്യത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. പാഠപുസ്തകങ്ങളിലും പാഠ്യപദ്ധതികളിലും സാധാരണയായി കുട്ടികൾ പഠിക്കുന്ന വിജയം നേടുന്നതിന്റെ മാർഗങ്ങളെക്കുറിച്ചാണ് പറയാറുള്ളത്. എന്നാൽ പരാജയം എങ്ങനെ സ്വീകരിക്കണം, തോറ്റവരെ എങ്ങനെ മാനിക്കണം എന്നൊക്കെയാണ് ജീവിതത്തിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള പാഠങ്ങൾ. അഹാൻ തന്റെ ഉത്തരത്തിലൂടെ അത് എല്ലാവർക്കും പഠിപ്പിച്ചു നൽകുകയാണ്. കുട്ടികളുടെ നിഷ്കളങ്ക മനസ്സ് പലപ്പോഴും വലിയവരുടെ വ്യാജ വിനയങ്ങളെക്കാൾ തെളിമയുള്ള ഒരു സത്യങ്ങളെ പുറത്തെടുക്കാറുണ്ട്. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന നിയമം അഹാൻ കളിക്ക് മാത്രം ബാധകമായിരിക്കാം, പക്ഷേ അത് സമൂഹത്തിലെ എല്ലാവർക്കും ബാധകമായ ഒരു മാനദണ്ഡമായി മാറുകയാണ്. സ്കൂളുകളിലും കളിസ്ഥലങ്ങളിലും കുടുംബജീവിതത്തിലും സാമൂഹിക രാഷ്ട്രീയ മത്സരങ്ങളിലും ഇതേ സിദ്ധാന്തം ബാധകമാണ്. തോറ്റവരെ അപമാനിക്കുന്ന സമൂഹം ഒരിക്കലും മുന്നോട്ട് പോകില്ല. നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ ഇത്തരം മൂല്യങ്ങൾ വളരുന്നത് സമൂഹത്തിന്റെ വലിയൊരു നേട്ടമാണ്. പൊതുവിദ്യാലയങ്ങളെ പലരും അവഗണിച്ച് കഴിയുന്ന കാലമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് അധ്യാപകരുടെ സമർപ്പണവും കുട്ടികളുടെ ആത്മവിശ്വാസവും ചേർന്ന് പൊതുവിദ്യാലയങ്ങൾ മുന്നേറുകയാണ്. അഹാന്റെ ഉത്തരവും അതിന്റെ വ്യാപക പ്രാധാന്യവും നമ്മുടെ സ്കൂളുകളിൽ മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസം നടക്കുന്നതിന് ഏറ്റവും വലിയൊരു തെളിവാണ്. പാഠപുസ്തകത്തിൽ ചോദിച്ച ചോദ്യത്തിന് സാധാരണയായി വരുന്ന പൊതു ഉത്തരത്തിന് അപ്പുറത്തേക്കാണ് അഹാന്റെ ചിന്ത പോയിരിക്കുന്നത്. ഒരു കൊച്ചുകുട്ടിക്ക് പോലും സമൂഹത്തിനുള്ള വലിയ സന്ദേശം നൽകാമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പാഠം. മത്സരങ്ങൾ മനുഷ്യരുടെ ജീവിതത്തിൽ വേർപിരിയാനാകാത്ത ഘടകങ്ങളാണ്. കായിക മത്സരങ്ങൾ, അക്കാഡമിക് പരീക്ഷകൾ, കലാപരിപാടികൾ, തൊഴിൽ മേഖല, എല്ലായിടത്തും വലിയ മത്സരം നിലനിൽക്കുന്നുണ്ട്. എന്നാൽ മത്സരത്തിന്റെ അന്തിമ ലക്ഷ്യം പരസ്പര വൈരാഗ്യം വളർത്തുന്നതല്ല, മറിച്ച് സഹകരണവും സൗഹൃദവും പരസ്പര ബഹുമാനവും വളർത്തുക എന്നത് തന്നെയാണ്. അഹാന്റെ ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന നിയമം മത്സരങ്ങളെ ആരോഗ്യമുള്ള രീതിയിൽ കാണാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാണ്. ഇന്ന് സമൂഹത്തിൽ പ്രത്യേകിച്ച് യുവാക്കളുടെയും കുട്ടികളുടെയും ഇടയിൽ തോറ്റവരെ പരിഹസിക്കുന്ന സംസ്കാരം വളരെ വലുതായിട്ട് വളർന്നിട്ടുണ്ട്. അത് കുട്ടികളുടെ ആത്മവിശ്വാസം തകർക്കുകയും അവരെ പിന്നോട്ടടിക്കാനും കാരണമാക്കുകയാണ്. അഹാന്റെ സന്ദേശം ഇത്തരത്തിൽ തെറ്റായ സമീപനങ്ങളെ തടയാനുള്ള ഒരു വലിയൊരു മരുന്നാണ്. അഹാന്റെ ഉത്തരത്തിൽ നിന്ന് അധ്യാപകരും രക്ഷിതാക്കളും പഠിക്കേണ്ട വലിയൊരു സന്ദേശമുണ്ട്. കുട്ടികളുടെ വളർച്ചയിൽ അവർ പഠിക്കേണ്ടത് വിജയം നേടുന്നതിൽ മാത്രം ഒതുങ്ങരുത്. പരാജയത്തെ ഏറ്റുവാങ്ങാനുള്ള ധൈര്യം, തോറ്റവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള മനസ്സ്, സഹജീവികളെ ബഹുമാനിക്കാനുള്ള സംസ്കാരം, ഇവയാണ് ഏറ്റവും വലിയ വിലപ്പെട്ട പാഠങ്ങൾ. അധ്യാപകർ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന വിഷയങ്ങൾക്കൊപ്പം ഇത്തരം മാനവിക മൂല്യങ്ങൾ ഉൾപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. അഹാന്റെ ഉത്തരത്തിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശം വിദ്യാഭ്യാസത്തിന്റെയും വിജ്ഞാനത്തിന്റെയും മാത്രമല്ല, മൂല്യങ്ങളുടെയും വളർച്ചയ്ക്കും കൂടി വേണ്ടിയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മന്ത്രിയായ വി ശിവൻകുട്ടി അഹാന്റെ ഉത്തരത്തെ സാമൂഹിക മാധ്യമത്തിൽ പങ്കുവച്ചത് വിദ്യാഭ്യാസ രംഗത്തെ പൊതുവിദ്യാലയങ്ങളുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നതിന്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ്. പലപ്പോഴും പൊതുവിദ്യാലയങ്ങളെ പിന്നാക്കം എന്ന് വിളിച്ച് സ്വകാര്യ വിദ്യാലയങ്ങളിലേക്കാണ് രക്ഷിതാക്കൾ കുട്ടികളെ അയച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ മികച്ച ചിന്താശേഷി ഉണ്ടെന്നും അവർ സമൂഹത്തിന് വിലപ്പെട്ട സന്ദേശങ്ങൾ നൽകുന്നവരാണെന്നും തെളിയിക്കുന്നതാണ്. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രതികരണം കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം പൊതുവിദ്യാലയങ്ങളെ കുറിച്ചുള്ള സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറ്റാൻ സഹായിക്കുകയും ചെയ്യും. കുട്ടികളുടെ ലോകത്ത് മത്സരങ്ങൾ പലപ്പോഴും കളിയുടെ ഭാഗമാണ്. പക്ഷേ ആ കളികളിൽ പോലും മാനുഷിക മൂല്യങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. അഹാന്റെ നിയമാവലിയിൽ ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന നിയമം ഉൾപ്പെട്ടത് കുട്ടികൾ മനുഷ്യത്വം പഠിക്കേണ്ടത് ബാല്യത്തിൽ നിന്ന് തന്നെ ആരംഭിക്കണം എന്ന സന്ദേശത്തോടു കൂടിയാണ്.
തോറ്റവരെ പരിഹസിക്കുന്ന കുട്ടികൾ പിന്നീട് സമൂഹത്തിൽ സഹജീവികളെ അവഗണിക്കുന്നവരായി മാറിത്തീർന്നേക്കാം. അതിനാൽ സ്കൂളുകൾ, കുടുംബങ്ങൾ, സമൂഹങ്ങൾ എന്നിവ ഒരുമിച്ച് ഇത്തരം മൂല്യങ്ങൾ കുട്ടികളിൽ വളർത്താൻ ശ്രമിക്കുകയും വേണം. അഹാൻ നൽകിയിരിക്കുന്ന ഉത്തരത്തിൽ നൽകിയിരിക്കുന്ന തത്വം അത് തന്നെയാണ്. അതൊരു വലിയ മാർഗനിർദ്ദേശവും കൂടിയാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിച്ച അഹാന്റെ ഉത്തരത്തിന് ആയിരക്കണക്കിന് പേർ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പലരും കുഞ്ഞിന്റെ മനസ്സിൽ നിന്ന് ഉയർന്ന മഹത്തായ സന്ദേശമെന്ന് അതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ പലവിധ പ്രതികരണങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും ഇത്തരം സംഭവങ്ങൾ സമൂഹത്തിന്റെ ഒരു വശത്തെ കൂടി കാണിക്കുകയാണ്. കുട്ടികളുടെ സത്യസന്ധതയും നിർമ്മലമായ ചിന്തകളും സമൂഹത്തിലെ നല്ല ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ കഴിയുമെന്ന് ഇതിലൂടെ തെളിയിക്കുകയാണ്. വലിയവർ പലപ്പോഴും പരാജയപ്പെട്ടവരെ അവഹേളിക്കുന്ന സാഹചര്യത്തിൽ ഒരു 3-ാം ക്ലാസ്സുകാരൻ കുട്ടി നൽകിയ ഉത്തരമാണ് സമൂഹത്തെ തിരിച്ചറിയാൻ ഇടയാക്കിയിരിക്കുന്നത്. അഹാന്റെ ഉത്തരത്തിൽ നിന്ന് സമൂഹത്തിന്റെ രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിലേക്കും വലിയൊരു സന്ദേശം കൈമാറുകയാണ്. രാഷ്ട്രീയത്തിൽ, കായിക രംഗത്തിൽ, കലാരംഗത്ത് ജയിക്കുന്നവർ തോറ്റവരെ അപമാനിക്കുന്ന പ്രവണത സാധാരണമാണ്. എന്നാൽ അതിലൂടെ സമൂഹം മുന്നോട്ട് പോകുന്നില്ല, മറിച്ച് വൈരാഗ്യവും വിഭജനവും വളരുകയാണ്. ഒരു ബാലന്റെ ഉത്തരത്തിൽ നിന്നുള്ള ഈ ലളിതമായ സന്ദേശം നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കും സാമൂഹിക പ്രവർത്തകരും പഠിക്കേണ്ടതുണ്ട്. ജയിച്ചവർ തോറ്റവരെ കളിയാക്കരുത് എന്ന വെറും സ്കൂൾ കളിയുടെ നിയമമല്ല, അതൊരു ജനാധിപത്യത്തിന്റെയും സംസ്കാരത്തിന്റെയും അവിഭാജ്യ ഘടകം കൂടിയാണ്. വിജയം നേടിയവർക്ക് തോറ്റവരെ പരിഹസിക്കാതെ പിന്തുണ നൽകുമ്പോഴാണ് സമൂഹത്തിന്റെ ഐക്യം വളരുന്നത്. ചരിത്രം അത് തന്നെയാണ് തെളിയിക്കുന്നത്. സഹജീവികളെ ബഹുമാനിക്കുന്ന സമൂഹങ്ങളാണ് ദീർഘകാലം മുന്നേറിയിട്ടുള്ളത്. അതിനാൽ അഹാന്റെ സന്ദേശം നമ്മുടെ ഭാവി തലമുറയ്ക്ക് വെറും കളിയുടെ നിയമം മാത്രമല്ല, ജീവിതത്തിന്റെ വലിയൊരു സത്യമാണ്. ഇന്ന് വിദ്യാഭ്യാസ രംഗം മതാധിഷ്ഠിതമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് നേടിയവരെ മാത്രം പ്രശംസിക്കുന്ന സമീപനം കുട്ടികളുടെ സമ്മർദ്ദവും നിരാശയും ഉണ്ടാക്കുന്നതാണ്. അഹാന്റെ ഉത്തരത്തിൽ നിന്നുള്ള പാഠം വിദ്യാഭ്യാസത്തിന്റെ സമീപനം തന്നെ പുതുക്കേണ്ടതുണ്ടെന്ന് വ്യക്തമാക്കുകയാണ്. ജീവിതത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന ധൈര്യം ഉണ്ടാകുന്നത് വലിയ വിജയങ്ങളിലേക്കാണ് നയിക്കുന്നത്. പരാജയത്തെ അംഗീകരിക്കാതെ വളരുന്ന ഒരാൾ ജീവിതത്തിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നാൽ പോലും തകർന്നു പോകും. അഹാന്റെ ഉത്തരത്തിലെ സന്ദേശം തോറ്റവരെ കളിയാക്കരുത്, കുട്ടികളുടെ പരാജയം വലിയൊരു ജീവിത പാഠമാണെന്ന് നമ്മെ തെളിയിക്കുന്നതാണ്. വിജയിച്ചവർ തോറ്റവരെ കളിയാക്കാതെ മറിച്ച് അവരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുമ്പോൾ പരാജയപ്പെട്ടവർ അടുത്ത തവണ വിജയിക്കാൻ കൂടുതൽ ശക്തി സമ്പാദിക്കുകയും ചെയ്യും. ഇതാണ് സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആരോഗ്യകരമായ ഒരു അടിത്തറ.